ഹായ്, ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ വരാനുള്ള കാരണം വേറൊന്നുമല്ലേ. നമ്മളിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നൊരു ന്യൂസ് എന്ന് പറയുന്നത്, ഒരു 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീനോട് ഒരു ചെക്കൻ ചെയ്ത ക്രൂരമായിട്ടുള്ളൊരു സിറ്റുവേഷൻസാണ്. എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴല്ലോ നമുക്ക് വെറും പുച്ഛം തോന്നുകയാണ്. എന്തടിസ്ഥാനത്തിലാണോ നമ്മളൊക്കെ ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുക? പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നുമില്ല. എന്നിരുന്നാലും പറയുക, ഒരു കാമഭ്രാന്തിൻ്റെ ആസക്തിയിൽ, ഫോൺ വീഡിയോസും മറ്റും കാണുന്നതിൻ്റെ ആസക്തിയിൽ നമുക്ക് മുന്നിലിരിക്കുന്നത് അമ്മയാണോ, നമ്മുടെ മകളാണോ, മകനാണോ, ഇനി അമ്മമ്മയാണോ, അച്ഛമ്മയാണോ, ആരാന്നുള്ള ഒരു ബോധവും ഇല്ലാണ്ട് ചെയ്തു കൂട്ടുന്ന ഓരോ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ. എടോ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് മുന്നിൽ കാണണം. അതൊന്നുമില്ലാത്ത പക്ഷം ഒരു ചെറിയ പൈതലിനോടൊക്കെ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാടോ? ചെക്കനൊക്കെ എന്തടിസ്ഥാനത്തിലാണ്? സത്യമായിട്ട് നമുക്കില്ല, ആ ന്യൂസ് കാണുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് അടിച്ചു വിട്ടു പോവല, സ്ക്രോൾ ചെയ്ത് പോവല. എന്നിരുന്നാലും നമ്മൾ ഇങ്ങനെ കണ്ടുപോകുന്നത് ആ ഒരു ന്യൂസ് തന്നെയാണ്. ശരിക്കും പറയാട്ടോ, നമുക്കൊക്കെ പേടിയാവുകയാണോ? നമുക്കൊക്കെ ഒരു പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ കുട്ടീനെയൊക്കെ, സ്വന്തം അച്ഛനെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആങ്ങളെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ ആണുങ്ങൾ മാത്രം നെഗറ്റീവായിട്ട് പറയുന്നൊന്നല്ല കേട്ടോ. പെണ്ണുങ്ങളായാലും ഇങ്ങനത്തെ ക്യാരക്ടറുള്ള ഒരുപാട് ആൾക്കാരുണ്ടില്ല എന്നല്ലേ. പക്ഷെ എന്നിരുന്നാലും പറയാമോ, നമുക്കൊക്കെ ചെറിയ വാവാന്നൊക്കെ പറയുന്നത് എങ്ങനെയാണോ നമുക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുക. ഇന്ന് നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ എത്ര ശിക്ഷകൾ ഈ നാട്ടിൽ കൊടുത്തു വിടുന്നുണ്ട്. കേരളത്തിലുള്ള കാര്യമല്ലേ. പൊതുവേ നമ്മളിപ്പം ഈ അടുത്തൊരു പെൺകുട്ടീനെ കുറച്ച് ആൾക്കാർ ചേർന്ന് പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതിന് വേണ്ട ശിക്ഷകൾ നാട്ടുകാർ കൊടുത്തു, പബ്ലിക്കായിട്ട് തൂക്കിക്കൊല്ലുന്ന ഇതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അതൊന്നും കേരളത്തിൽ വരുന്നില്ല. കേരളത്തിൽ നടന്നൊരു പ്രശ്നമല്ല. എന്നിരുന്നാലും ഞാൻ പറയാം, എടോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെന്നാടോ? നമുക്ക് മുന്നിലുള്ളത് ആരാന്നുള്ളൊരു മര്യാദ, ഒരു ഇത് വേണ്ടേ നമുക്ക്? ഇത്രത്തോളം നമ്മൾ അതിന് അഡിക്റ്റ് ആവുമ്പോൾ അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്, വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ? ഇത് പറയാൻ പറ്റുന്നില്ല സത്യമായിട്ട്. നമ്മളെ മനസ്സിലില്ല, നമ്മുടെ ഒരു കുട്ടി, നമ്മൾ ഒന്നുമില്ല പറയാൻ.